ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എന്താണെന്നോ, നല്ലൊരു ബീട്രൂട്ട് വെച്ചിട്ട് സ്വീറ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. സ്വീറ്റ് പറഞ്ഞാൽ മധുരമൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ഷുഗറൊക്കെ വരുന്നത്, പക്ഷേ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഷുഗറൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുട്ടികൾക്ക് ഇത് ബെസ്റ്റാണ് കേട്ടോ. വെയിറ്റ് കൂടാനും അതുപോലെ തടിയൊക്കെ കൂടുക, കുട്ടികൾ കളറ് വെക്കാനും ഒക്കെ നല്ല അടിപൊളി ഒരു അടാറായിട്ട് സംഭവം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതിക്ക് മെയിൻ കാര്യം ബീട്രൂട്ടും ആപ്പിളും ആണ് കേട്ടോ വേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ വീട്ടിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ. അടിപൊളിയാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനിതാ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിക്കണം, പിന്നെ 2 ആപ്പിൾ എടുത്തിക്കണം കേട്ടോ. 2 ആപ്പിൾ വേണമെന്നൊന്നുമില്ല, നമ്മൾ ഇൻഗ്രീഡിയൻസ് കൂടുമ്പോൾ നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ, ബീട്രൂട്ടിൻ്റെ അളവ് കൂടുമ്പോൾ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിതാ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അത് ഒരു സംഭവം ചെയ്യണം, ചെറുതായിട്ടല്ല, അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഞാനിതാ ഇതാട്ടോ ഇത്ര പോകുന്നൊക്കെ ഒരു പീസായിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറ്, ചതക്കണ ജാറുണ്ടായിരിക്കില്ല, അതെടുക്കുക കേട്ടോ. അതിലോട്ട് ഇതെല്ലാം അതും ഇട്ടുകൊടുക്കാം. അപ്പോൾ എനിക്കിതൊരു ട്രിപ്പിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. കൂടുതലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് 2 വട്ടമൊക്കെ ആയിട്ട് ചതച്ചെടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ഇനി ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല അരക്കണം എന്നില്ല, ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കണം കേട്ടോ. അരഞ്ഞിട്ടിട്ടുണ്ട്, ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ചോപ്പറിൽ ഇട്ടിട്ട് ചെയ്താലും മതി കേട്ടോ. മിക്സിയിൽ ഇടാതെ ചോപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയൊരു ബീട്രൂട്ടായിരുന്നു, അതാണ് ഇത്. അത്യാവശ്യം ഞങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ വെക്കുക കേട്ടോ. പാൻ വെച്ചിട്ട് അതിലോട്ട് നമുക്ക് ഈ ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് വേവാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് വെന്ത് കിട്ടുമേ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാട്ടോ ഇപ്പോൾ കുറേയൊക്കെ വെന്തിട്ടുണ്ട്, കണ്ടോ. കളർ തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ടല്ലോ, ഒന്നും കൂടി നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഏലക്കായ കുറച്ച് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം 4 സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബീട്രൂട്ടിലെ മധുരം കൂടി ഉള്ളത് കാരണം നമുക്ക് മധുരമൊന്നും അത്ര കൂടുതലൊന്നും ഇതിൽ ആഡ് ചെയ്യണ്ട കേട്ടോ, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലൊക്കെ മിക്സാക്കി നന്നായിട്ട് അതിൽ പിടിക്കണ്ടേ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് മറിക്കുക. പിന്നെ ഒന്നും കൂടി വേണമെങ്കിൽ അടച്ച് വെക്കാം കേട്ടോ. പക്ഷേ എനിക്ക് വെള്ളമൊക്കെ വറ്റി വന്ന്, അപ്പോൾ പിന്നെ നമ്മുടെ സംഭവം റെഡിയായി കഴിയാനായിക്കണു. ഇതാട്ടോ, ഇതാണ്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒരു 2 മിനിറ്റോളം കൂടി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം കണ്ടോ, കളറൊക്കെ കണ്ടോ മാറി വന്ന്. ഇപ്പോഴാട്ടോ ഫൈനൽ സ്റ്റേജ് ആയിക്കണ്. ഇനി നമുക്ക് ഇതിലോട്ടില്ലേ നമ്മുടെ ആപ്പിള് ഞാനിത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഇതിലോട്ട് ചേർത്തി കൊടുക്കുക വേണ്ടത്. അത് ലാസ്റ്റാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം ഞാനിതാ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിനി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇങ്ങനെ ഇളക്കി മറിക്കാം. അതിന് ശേഷം നമ്മുടെ സംഭവം റെഡി ആയിട്ടോ. അപ്പം കാണാൻ തന്നെ നല്ല രസമുണ്ട് കാണാൻ, കണ്ടോ. പിന്നെ ഇത് കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ്. അതുപോലെ പ്രഗ്നൻ്റ് ഉള്ളവർക്കൊക്കെ മസ്റ്റായിട്ട് കഴിക്കാം കേട്ടോ. നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതന്നെയല്ല, ഒന്നും പേടിക്കാനുമില്ല, നമുക്ക് അടിപൊളിയാണ്. പിന്നെ
പ്രഗ്നൻ്റ് ഉള്ളവർക്ക് ബ്ലഡ് കുറവുള്ളവരൊക്കെ പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി കഴിക്കാം. ചിലവർക്ക് ബീട്രൂട്ട് ഉപ്പേരി ഒന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഓരോ സ്പൂൺ ഡെയിലി കഴിച്ചാൽ മതി. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഇതിലിരിക്കും, കേടുവരൊന്നുമില്ല. അപ്പോൾ ഇതാട്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കാണാൻ തന്നെ എന്താല്ലേ രസം, അടിപൊളിയല്ലേ. ഇനി തീ ഓഫാക്കി വെക്കട്ടോ. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. ഒരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ കുറച്ച് ഉണക്കമുന്തിരി ഇല്ലേ, ഉണക്കമുന്തിരിയും കൂടി അതിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം നമ്മളെ ഈ ബീട്രൂട്ട് സ്വീറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് കൂടി വരിക. ആ നെയ്യ് കടന്നിട്ടുള്ള ഈ മുന്തിരിയും ഒക്കെ ആകുമ്പോൾ നമ്മൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. പിന്നെ ഇത് വെറുതെ ഒന്നല്ല കേട്ടോ, നമുക്ക് ഈ ബിരിയാണിയുടെ കൂടെയൊക്കെ ഈ സംഭവം നല്ല സ്വീറ്റ് അച്ചാറും ഉണ്ടായിരിക്കൂലേ, അതുപോലെ ഇത് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അതല്ലാതെ നമുക്ക് വെറുതെയും കഴിക്കാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 സ്പൂൺ 2 സ്പൂണൊക്കെ ആയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതാട്ടോ ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ബദാമാണ് ഉള്ളത്. അപ്പം ഞാനത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ. കാണാനൊരു രസമാണ്, പിന്നെ കഴിക്കാൻ സംഭവം നല്ലതാണല്ലേ. അപ്പോൾ ഇതിൽ ആഡ് ചെയ്ത എല്ലാ സംഭവങ്ങളും ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് വീണ്ടും വീണ്ടും പറയാൻ കേട്ടോ, നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ഓക്കെ, ബൈ.